ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി, എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ ഒരു വെറൈറ്റിക്ക് ആയിട്ട് നമുക്ക് ചപ്പാത്തി കഴിക്കാം. അപ്പം നമ്മൾ ചപ്പാത്തി, മുട്ട കൊത്തി ചപ്പാത്തിയും കൂടെ തന്നെ നമ്മൾ വീട്ടിൽ ചിക്കനോ ബീഫോ കക്ക ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും വെച്ചൊരു കൊത്ത് ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് കൊത്തി ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ട കൊത്തി ചപ്പാത്തി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് നമ്മൾ കൊത്തി അരിഞ്ഞ് സവാള, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞ് ഒരു പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് കരിയാപ്പലയും ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ ചപ്പാത്തി ബാലൻസ് ആയതോ അല്ലാതെ നമുക്ക് ഉണ്ടാക്കി വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു നടുക്കൂടി ഒന്ന് മുറിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. അത് നമ്മൾ ഈ വഴറ്റി വന്ന സവാളയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അത് പുളിക്കനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തരിഞ്ഞും ചേർത്ത് നന്നായിട്ട് വഴറ്റി പൊടികളിട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഞാനിപ്പോൾ പുഴുങ്ങിയ മുട്ടയാണ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ മുട്ട പൊടിച്ചാണ്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അല്ലാതെ മുട്ട ചിക്കി തോർത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്തിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. നന്നായിട്ടൊന്ന് തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ എഗ്ഗ് കൊത്തു പൊറോട്ട ചപ്പാത്തി ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി കക്ക ഇറച്ചി കൊത്തി ചപ്പാത്തി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം മുട്ടയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് വരെ തയ്യാറാക്കിയ ഫില്ലിങ്സ് വീണ്ടും ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മളുടെ കക്ക ഇറച്ചി തോരനോ കക്ക ഇറച്ചി ഫ്രൈയോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് മുട്ടയ്ക്ക് പകരമായിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതേ സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൊത്തിപ്പൊടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കക്ക ഇറച്ചി കൊത്തു ചപ്പാത്തിയും എഗ്ഗ് കൊത്തി ചപ്പാത്തിയും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്നും ചപ്പാത്തിയും കറിയും കൂട്ടി കഴിക്കുന്നതിലും നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുന്നത്. ഈ കക്ക ഇറച്ചി വെക്കുവാനും ചിക്കനോ ബീഫോ എന്ത് വേണേലും നമുക്ക് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, വെജിറ്റബിൾസ് മാത്രം മതിയാവും. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയായി കാണാം. ബൈ ബൈ, സീ യു.